മോളെ, ഇത് പിടിക്ക്. ഇവിടെ നിനക്ക് എടുത്തു തരാൻ സ്ത്രീകളായിട്ട് ആരുമില്ല. അതുകൊണ്ട് മോള് ചെല്ല്. അച്ഛന് അവിടെ വരെ വരാൻ കഴിയാഞ്ഞിട്ടാ. പിന്നെ മോള് പേടിക്കേണ്ടട്ടോ. അവന് മോളെ നല്ല ഇഷ്ടാ. ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. ശരി. ഈശ്വര, എല്ലാ അനുഗ്രഹവും എന്റെ മക്കൾക്കുണ്ടാവണേ. കാർത്തു, വേണ്ട, എണീക്കണ്ട, അവിടെ ഇരിക്കെ. നിന്റെ മനസ്സാകെ പേടികൊണ്ട് നിറഞ്ഞിരിക്കുവാന്ന് എനിക്ക് നന്നായി അറിയാം കാർത്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നതും. വാട്ട്? എന്തപ്പോ പറഞ്ഞേ? അമ്മു അനിയത്തിയാണെന്നോ അഭിയേട്ടന്റെ? അതേ വൈകു, അഭി ഒറ്റ മോനല്ല, അവനൊരു പെങ്ങളുണ്ട്. അതാണമ്മു. ഞാനെല്ലാം പറയാം. എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോ എന്താ ഇതിനു മുമ്പ് എന്നോടൊന്നും പറയാഞ്ഞേ? അവന്റെ അമ്മ മരിക്കുമ്പോൾ അവൾക്ക് 6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബിസിനസ്സിൽ ഒരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് ഭാര്യ പോയ പോലെ മക്കൾക്കും അതേ അവസ്ഥ വരുമെന്ന് കരുതി മക്കളെ UK-യിലുള്ള കസിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. എന്നാൽ അമ്മു മാത്രമേ പോയുള്ളൂ. അബിക്ക് അച്ഛനെ വിട്ടു പോവാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കുറെ നിർബന്ധിച്ചു നോക്കി, പക്ഷേ അബി പോയില്ല. അമ്മുവിന് അന്ന് 6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പിന്നെ അവൾ 20 വയസ്സായപ്പോഴാ നാട്ടിലേക്ക് വരുന്നേ. എയർപോർട്ടിൽ വെച്ചാണ് ശ്യാമിനെ പരിചയപ്പെടുന്നത്. അത് പിന്നെ സൗഹൃദമായി, പ്രണയമായി, അവസാനം വീട്ടുകാരറിയാതെ കല്യാണവും നടന്നു. അറിവ് വെച്ച നാൾ മുതലേ ചെറിയമ്മയുടെ കൂടെ ആയതുകൊണ്ട് അച്ഛന്റെയും ഏട്ടന്റെയും അവസ്ഥ അവൾ മനസ്സിലാക്കിയില്ല. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇവിടത്തെക്കാളും നല്ലത് അവിടെ തന്നെ ആയിരുന്നു. ഇവിടെ ആകെ വൃത്തിയില്ലാത്ത മനുഷ്യർ, ഒരുമാതിരി വേഷവും. മോളെ, ഇപ്പൊ എങ്ങോട്ട് പോകുന്നേ? ഞാൻ എവിടെങ്കിലും പോയാ നിങ്ങൾക്കെന്താ? വെറുതെ അച്ഛൻ ചമയാൻ നിൽക്കില്ലേ? അമ്മു, നീ അതിൽ കിടക്കുന്നുണ്ട്. നിന്റെ അച്ഛനാ ഇത്, അത് ഓർമ്മ വേണം. അപ്പോ എവിടെ പോകുന്നില്ല അറിയാനുള്ള അവകാശവുമുണ്ട്. അബി, വേണ്ട മോനെ, മോനൊന്നും പറയണ്ട. അവള് പാവാ. അച്ഛനൊന്നും മിണ്ടാതെ നിന്നെ. ഇത്രയും ദിവസം ഇതൊക്കെ സഹിച്ചു നിൽക്കുമായിരുന്നു. അന്നേ അച്ഛനോട് പറഞ്ഞതാ വിദേശത്തേക്കൊന്നും അയക്കണ്ടെന്ന്. ഇപ്പോ എന്തായി? എന്നാലും അമ്മു, അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? അച്ഛനോ? ഇയാളോ? ഇയാൾക്ക് അതിന് അച്ഛനാകാനുള്ള അവകാശമുണ്ടോ? എന്നെ നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ചെറുപ്പത്തിൽ തന്നെ ചെറിയമ്മയുടെ അടുത്തേക്ക് അയച്ചത്. എന്നിട്ട് മോനെയും കുട്ടി ഇവിടെ സുഖിച്ച് ജീവിക്കുക. ഞാനവിടെ അച്ഛനാരാ അമ്മയാരാന്ന് അറിയാതെ. എന്റെ അമ്മയുണ്ടായിരുന്നേ, നിങ്ങളെന്റെ അമ്മയെ കൊന്നതാ. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ നീ അതിര് കിടക്കുന്നുണ്ടെന്ന്. കാര്യമറിയാതെ നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? നീ നീ എന്നെ തള്ളില്ലേ? ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. വൃത്തിയില്ലാത്ത മനുഷ്യർ. നീ ഇറങ്ങിപ്പോക്കോ. പക്ഷേ ഇതിന് നീ ദുഃഖിക്കേണ്ടി വരും. അച്ഛ, അച്ഛ എന്താ പറ്റിയേ? ഒന്നുമില്ലടാ, പെട്ടെന്നെന്തോ നെഞ്ചിനൊരു വേദന പോലെ. അച്ഛ, അച്ഛ, എനിക്കച്ഛ. അമ്മു ഇത്ര ക്രൂരയായിരുന്നു? പിന്നെ എന്താ സംഭവിച്ചേ? അഭിവേഗം അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 1 വീക്ക് ഐസിയിലായിരുന്നു അങ്കിള്. ഈശ്വരാ, എന്റെ കൈ ഇങ്ങനെ തരിച്ചു വരുന്നുണ്ട്. അപ്പൊ 2 കൊടുക്കാന്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഈ സമയത്ത് എനിക്കും അങ്ങനെയൊക്കെ തോന്നി. പിന്നെ അങ്കിളിന് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോ പിന്നെ ഓക്കെ ആയി. ഇതൊക്കെ അറിഞ്ഞതിൽ പിന്നെ അവളെ അന്വേഷിക്കാൻ ഇറങ്ങി ഞാനും സൂരജും. ആര്? എന്റെ ഏട്ടനോ? അതെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. നിന്റെ ഏട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവൻ അവളെ കൊല്ലാൻ പുറപ്പെട്ടതാ. എന്റെ ഏട്ടനോ? അത്രക്ക് കലിപ്പനാണോ? വിലയിപ്പേ, ഞാനത് വിശ്വസിക്കില്ല. വേണ്ട, ഞാൻ നിനക്ക് കാണിച്ചു തരണ്ടേ മൂപ്പല ദേഷ്യം. അതൊക്കെ പോട്ടെ, പിന്നീട് എന്താ സംഭവിച്ച പറ. അമ്മുവിനെ നിങ്ങൾ കണ്ടോ? കണ്ടു. ശ്യാം എന്ന ഒരാളുടെ കൂടെയായിരുന്നു. ഇനി അവളെ അന്വേഷിച്ചു വരണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവരെ വീട്ടിൽ അവളെക്കുറിച്ച് സംസാരിക്കാറേ ഇല്ലായിരുന്നു. അമ്മുവിനെ കുറിച്ചെല്ലാം അവൻ മറക്കുന്നത് പലപ്പോഴും കാർത്തി കൂടെ ഉള്ളപ്പോയാ. പിന്നീട് ഞാനും അവനും രാത്രിയിൽ കാർ ഓടിച്ചു പോകുമ്പോയാ ഒരു സ്ത്രീ ഞങ്ങളുടെ കാറിന്റെ മുമ്പിലേക്ക് വീഴുന്നേ. അത് വേറെ ആരുമല്ല, അമ്മു ആയിരുന്നു. അമ്മു? അവളെങ്ങനെ അവിടെ എത്തി? അതെ, പണ്ടത്തെ പോലെ അവളുടെ കണ്ണുകളിൽ പഴയ പുച്ഛവും അഹങ്കാരവും ഒന്നും ഉണ്ടായിരുന്നില്ല. അവളൊക്കെ നീർ വെച്ചിരുന്നു. നീ എന്തിനാ ഞങ്ങളെ കാറിന്റെ മുന്നിലേക്ക് വീണതെന്നൊക്കെ പറഞ്ഞപ്പോ അവള് പൊട്ടിക്കരയാൻ തുടങ്ങി. അബി അവളെ കണ്ടെന്ന് നടിച്ചില്ല. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നേ, അവള് വയറ് പിടിച്ച് കരയുമായിരുന്നു. അതെ, അവൾ പ്രഗ്നന്റ് ആയിരുന്നു. എന്നിട്ട്? എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാനും അബിയും അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ലടാ, അവൾ സേഫ് ആയിരിക്കും. നീ ധൈര്യമായിരിക്കും, ഒന്നും സംഭവിക്കില്ല. അമ്മയുടെ ആരെങ്കിലും ഉണ്ടോ അവിടെ? സിസ്റ്റർ, ബ്രദറാ. ആ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആൺകുഞ്ഞാ. ഡോക്ടർ, അമ്മയ്യ. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ റൂമിലേക്കാക്കും. അബി, ഇപ്പൊ നീ ഹാപ്പി അല്ലേ? അതെ, ഇപ്പോഴാ എനിക്കൊരു ആശ്വാസമായി. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ചോരയല്ലടാ. അഭിയേട്ടാ, എനിക്കറിയാം എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. എനിക്കെന്തിനു ദേഷ്യം? അതിന് മാത്രം നീ എന്ത് ചെയ്തു? അഭിയേട്ടാ, എനിക്ക് മാപ്പ് തരണം. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്.
ഞങ്ങളുടെ മുന്നിൽ ഒരാൾ വയ്യാതെ കിടന്നപ്പോൾ എടുത്തു കൊണ്ടുവന്നു, അല്ലാതെ എനിക്ക് നിന്നെ അറിയില്ല. ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളെ വഴി. അഭിയേട്ടാ പ്ലീസ്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും. എല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞപ്പോ ഞാനും വിശ്വസിച്ചു പോയി, അല്ലാതെ ഒന്നും. നിന്റെ ന്യായീകരണങ്ങൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നീ പോകുന്നത് നെഞ്ചു പൊട്ടി നോക്കി നിന്ന ഒരാളുണ്ട് വീട്ടിൽ. എല്ലാവരും കുറ്റം പറഞ്ഞിട്ടും എന്റെ മോൾ അറിയാതെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാൾ. അന്നതോടെ ഞാൻ ഉപേക്ഷിച്ചതാ നീയുമായുള്ള ബന്ധം. എനിക്കില്ലാത്ത ഒരു ബന്ധവും എന്റെ അച്ഛനും വേണ്ട. മോളെ, അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? മോളെ കുഞ്ഞിനിങ്ങതാ. അച്ഛനെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് പോന്നേന്ന്? എന്റെ മോളെ കുഞ്ഞിനെ കാണാൻ എനിക്കുണ്ടാവില്ലടാ ആഗ്രഹം. അച്ഛനോട് ക്ഷമിക്കണം. എല്ലാത്തിനും ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുക. എനിക്കറിയാം, മാപ്പ് പോലും ചോദിക്കാൻ പറ്റാത്ത തെറ്റാ അച്ഛനോട് ഞാൻ ചെയ്തിട്ടുള്ളത്. മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അബി, ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ? നിനക്ക് ഇപ്പോഴും അവളോട് ദേഷ്യമാണോ? ഇത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുവാടാ, പക്ഷേ കൃത്യമായൊരു ഉത്തരം കിട്ടുന്നില്ല. ആകെ ഭ്രാന്ത് പിടിക്കുക. അല്ല, അവളെ ഇന്നല്ലേ ഡിസ്ചാർജ് ചെയ്യുന്നേ? അതെ. ഞാനിപ്പോ വരാം. ശരി, ചെല്ലേ അവരുടെ അടുത്തേക്ക്. നീ വന്നോ? ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോവാം. കുഞ്ഞിനെ അവളുടെ കൈ കൊടുത്തേക്ക് അച്ഛാ. എന്ത് മണ്ടത്തരാ നീ പറയുന്നേ? അവൾക്കിപ്പോ കുഞ്ഞിനെയും പിടിച്ച് താഴെ വരെ നടക്കാൻ കഴിയൂ? ഇവള് നമ്മുടെ കൂടെ വരുന്നില്ലല്ലോ, പിന്നെന്തിനാ കുഞ്ഞിനെ അച്ഛൻ പിടിക്കുന്നേ? മോനെ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇവൾ നമ്മുടെ വീട്ടിലേക്കല്ലേ വരണ്ടേ? എന്റെ മോളല്ലാതെ അവളെ വീടല്ലേ? അച്ഛൻ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അന്ന് എല്ലാം വേണ്ടെന്ന് വെച്ചതല്ലേ നമ്മൾ? നമ്മളെല്ലാം വേണ്ടെന്ന് വെച്ച് പോയത് അവൾ തന്നെയല്ലേ? എന്നിട്ടിപ്പോ കുഞ്ഞുമായപ്പോ നോക്കാൻ വയ്യാതെ നമ്മുടെ അടുത്തേക്ക് വന്നേക്കുന്നു. ഇവൾ കാരണം എന്റെ അച്ഛൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇനിയും ഞാനതിന് സമ്മതിക്കില്ല. ഓർക്കാൻ പറ്റാത്ത തെറ്റാ അച്ഛനോട് ഏട്ടനോടൊക്കെ ഞാൻ ചെയ്ത്. എന്നിട്ടും എനിക്കൊരാവശ്യം വന്നപ്പോ അതൊന്നും നോക്കാതെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറായില്ലേ? അറിവ് വെച്ച നാൾ മുതലേ ചെറിയമ്മയുടെ കൂടെ ആയതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം എനിക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഞാൻ പ്രപ്പോസലായി വന്നപ്പോഴും അവന്റെ ഉള്ളിലെ വഞ്ചന എനിക്ക് മനസ്സിലായില്ല. ആദ്യമൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നു, പിന്നെ ഷ്യാമിന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അവസാനം എന്റെ കുഞ്ഞിനെ കൊല്ലാൻ തുനിഞ്ഞു പോയ അവിടെ നിന്നും ഞാൻ ഓടി രക്ഷപ്പെട്ട്. ഏട്ടൻ പറഞ്ഞ പോലെ പൊക്കോ അച്ഛാ, നിങ്ങളിന്നെ ഇനി തിരികെ വിളിച്ചാലും ഞാൻ വരില്ല. അതിനുള്ള അവകാശം എനിക്കിനിയില്ല. ഒരുപാട് നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. അതിനിടയിൽ നിങ്ങൾക്കൊരു തടസ്സമായി ഞാൻ ഒരിക്കലും വരില്ല. വാച്ചാ, നമുക്ക് പോവാം. മോനെ, എന്താ അച്ഛാ, എന്താ എന്നെ വിളിച്ചേ? മോനെ അവളോണ്ട് പോയും ദേഷ്യാണോ? എനിക്കിപ്പോ അവളോട് പണ്ടത്തെ പോലെ ദേഷ്യമോ വെറുപ്പൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും എന്റെ അനിയത്തിയല്ലേ അവൾ. പക്ഷെ എന്നാലും അന്ന് അവൾ അച്ഛനോട് പറഞ്ഞതെല്ലാം ഓർക്കുമ്പോ എന്തായാലും ഇപ്പോൾ അവൾ ഇങ്ങോട്ട് വരണ്ട. കുറച്ചു ദിവസം മാറി നിൽക്കട്ടെ. ജീവിതം കുറച്ചും കൂടെ അവൾ പഠിക്കട്ടെ. അവൾക്ക് താമസിക്കാനുള്ള വീട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്പനിയിൽ അവൾക്കൊരു നല്ല ജോലി കൊടുക്കണം. നിന്റെ PA ആയി തന്നെ ആയിക്കോട്ടെ. അതാവുമ്പോ അവളെ എപ്പോഴും ഒരു കണ്ണുണ്ടാവുകയും ചെയ്യും.